ഫാർമസ്യൂട്ടിക്കൽസ്, അതായത് മരുന്ന് നിർമ്മാണ മേഖല. വളരെ ഹൈ സ്റ്റേക്സ് ആയിട്ടുള്ളൊരു ഫീൽഡാണിത്. ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യാനും കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ വെറുതെ ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ മാത്രം മതിയോ? ഒരിക്കലുമില്ല. അവയെല്ലാം ശരിയായ രീതിയിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. അപ്പോൾ ഫാർമ ക്വാളിറ്റി സിസ്റ്റത്തിന്റെ ഒരു നട്ടെല്ല് എന്ന് തന്നെ പറയാവുന്ന ഡോക്യുമെന്റ് കൺട്രോളിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഡോക്യുമെന്റേഷനൊന്നും ശരിയായി മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ എന്താവും സംഭവിക്കുക? ഒന്നാലോചിച്ച് നോക്കൂ. ഒരേ ജോലി ചെയ്യാൻ പല പല നിർദ്ദേശങ്ങൾ. എങ്ങനെയുണ്ടാവും ആ ഒരവസ്ഥ? കൃത്യമായ ഒരു നിയന്ത്രണമില്ലാത്ത സാഹചര്യത്തിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഒരു ഡോക്യുമെന്റ് കൺട്രോൾ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് വെറും ഒരു പേപ്പർ വർക്കിന്റെ കാര്യമല്ല, അതിനേക്കാൾ എത്രയോ ഗൗരവമുള്ള വിഷയമാണ്. ഇതൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു സെൻട്രൽ സിസ്റ്റമില്ല. അപ്പോൾ പ്രൊഡക്ഷനിലെ ആൾക്കാർ SOPയുടെ 4ാമത്തെ വേർഷൻ ഉപയോഗിക്കുന്നു. ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ 3ാമത്തെ വേർഷൻ വെച്ചായിരിക്കും കാര്യങ്ങൾ പരിശോധിക്കുന്നത്. എന്തായിരിക്കും ഫലം? ആകെ കൺഫ്യൂഷൻ, വലിയ തെറ്റുകൾ, വ്യതിയാനങ്ങൾ. ചിലപ്പോഴിത് മാർക്കറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പിൻവലിക്കാൻ വരെ കാരണമായേക്കാം. അത് കമ്പനിയുടെ ഭാവിയെ തന്നെ ബാധിച്ചെന്നും വരാം. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. ഈ പറഞ്ഞ ആശയക്കുഴപ്പങ്ങളെയൊക്കെ ഒരു ശരിയായ ഡോക്യുമെന്റ് കൺട്രോൾ സിസ്റ്റം എങ്ങനെയാണ് ഓർഡറിലാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് കാര്യം. ഒരു ഡോക്യുമെന്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ പ്രധാന ഉദ്ദേശം തന്നെ സ്ഥിരതയും കൃത്യതയും ഉറപ്പുവരുത്തുക എന്നതാണ്. അതായത് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഒരേ റൂൾ ബുക്കാണ് ഫോളോ ചെയ്യുന്നതെന്ന് ഈ സിസ്റ്റം ഉറപ്പാക്കും. ശരി, അപ്പോൾ ഈ പറയുന്ന സിസ്റ്റം പ്രായോഗികമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതൊരു കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റാണ്. അതായത് ഒരു ഡോക്യുമെന്റ് എങ്ങനെ ഉണ്ടാക്കണം, ആര് അംഗീകരിക്കണം, എങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കണം, എന്തെങ്കിലും മാറ്റം വന്നാൽ എന്ത് ചെയ്യണം, പഴയ ഡോക്യുമെന്റുകൾ എങ്ങനെ തിരിച്ചെടുക്കണം, അവസാനം എങ്ങനെ ആർക്കൈവ് ചെയ്യണമെന്നു വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരും. ഓരോ സ്റ്റെപ്പും ഒന്നിനൊന്ന് പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് കൺട്രോൾഡ് അൺകൺട്രോൾഡ് ഡോക്യുമെന്റുകൾ തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഒരു പ്രൊഡക്ഷൻ ഏരിയയിൽ കാണുന്ന ഓരോ ഡോക്യുമെന്റും അംഗീകൃതവും ഏറ്റവും പുതിയ വേർഷനുമായിരിക്കണം. അല്ലാതെ അതിൻ്റെ ഒരു ഫോട്ടോകോപ്പിയോ പണ്ടെങ്ങോ എടുത്തൊരു പ്രിൻ്റൗട്ടോ അല്ലെങ്കിൽ വെറുമൊരു ഡ്രാഫ്റ്റോ അവിടെ കാണാൻ പാടില്ല. കാരണം ആ ഫോട്ടോകോപ്പി ഏറ്റവും പുതിയതാണോന്ന് ആർക്കറിയാം? റെഗുലേറ്ററി ഓഡിറ്റർമാർ ഈ കാര്യം വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ മുഴുവൻ സിസ്റ്റത്തിൻ്റെയും ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറയാവുന്ന എല്ലാത്തിനും ആധികാരികമായ ഒരൊറ്റ ഡോക്യുമെന്റുണ്ട്. അതാണ് ഡോക്യുമെന്റ് മാസ്റ്റർ ലിസ്റ്റ്. ഈ മാസ്റ്റർ ലിസ്റ്റ് ഒന്ന് നോക്കൂ. ഇതിൽ നോക്കിയാതെ ഏതൊരു SOPയുടെയും ഏറ്റവും പുതിയ വേർഷൻ ഏതാണെന്നും ഇനി അത് എപ്പോഴാണ് റിവ്യൂ ചെയ്യേണ്ടതെന്നും വളരെ വ്യക്തമായി കാണാം. ഒരു ഓഡിറ്റർ നിങ്ങളുടെ കമ്പനിയിൽ വന്നാലേ ആദ്യം ചോദിക്കുന്ന ഡോക്യുമെന്റുകളിലൊന്ന് ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇനി ഈ സിസ്റ്റത്തിന്റെ ശരിക്കുമുള്ളൊരു ടെസ്റ്റ് നടക്കുന്നത് എപ്പോഴാണെന്നോ? ഒരു റെഗുലേറ്ററി ഓഡിറ്റ് നടക്കുമ്പോൾ. അവിടെയാണ് എല്ലാം പരീക്ഷിക്കപ്പെടുന്നത്. ഓഡിറ്റുകളിൽ സ്ഥിരമായി കാണുന്ന ചില പ്രശ്നങ്ങളാണിത്. എക്സ്പയർ ആയ ഒരു SOP വർക്ക് സ്റ്റേഷനിൽ ഇരിക്കുന്നത് ചിലപ്പോൾ ഒരു ചെറിയ തെറ്റായി തോന്നാം, പക്ഷേ അത് നമ്മൾ നേരത്തെ സംസാരിച്ച വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ടാണ് ശക്തമായൊരു സിസ്റ്റം ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത കാര്യമാണെന്ന് പറയുന്നത്. എന്നാൽ ഇതെല്ലാം കൃത്യമായി ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. എല്ലാവരും ഒരേ രീതിയിൽ ജോലി ചെയ്യുന്നു. അത് ചെയ്യുന്ന ജോലിയിൽ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരുന്നു. അതിലൂടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എപ്പോഴും ഒരുപോലെ നിലനിർത്താൻ കഴിയുന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ എല്ലാം കാതൽ ഇതാണ്. ഡോക്യുമെന്റ് കൺട്രോൾ എന്ന് പറയുന്നത് കുറേ പേപ്പർ വർക്കുകൾ മാത്രമല്ല, അത് റെഗുലേഷന്റെയും ട്രേസബിലിറ്റിയുടെയും അടിത്തറയാണ്. ഈ ട്രേസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? ഒരു പ്രൊഡക്റ്റിന്റെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും, അതായത് അത് ആര്, എപ്പോൾ, എങ്ങനെ, ഏത് ഡോക്യുമെന്റ് ഉപയോഗിച്ച് ചെയ്തു എന്ന് കൃത്യമായി പിന്നോട്ട് പോയി കണ്ടുപിടിക്കാനുള്ള കഴിവ്. വിശ്വസിക്കാവുന്ന സുതാര്യമായ ഒരു ഓപ്പറേഷൻ കെട്ടിപ്പടുക്കുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ അവസാനമായി നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഒരു ചോദ്യം മാത്രം. നിങ്ങളുടെ സ്വന്തം ക്വാളിറ്റി സിസ്റ്റത്തിന്റെ അടിത്തറ എത്രത്തോളം ശക്തമാണ്? അതിലെ ഓരോ കാര്യങ്ങളും എത്രത്തോളം കാര്യക്ഷമമാണ്? ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.